Hey guys, so let's go. So in the K-means clustering. So first clustering എന്ന് പറയുന്ന ആ വേർഡിന്റെ മീനിങ് നോക്കാം. സോ നിങ്ങൾക്ക് കുറേ ഡാറ്റ ഉണ്ട്. നിങ്ങൾക്ക് ലെറ്റ്സ് സേ വാട്ട് ടു സേ ഓക്കെ നിങ്ങൾക്ക് കുറേ ഫോണിന്റെ പ്രൈസ് റേഞ്ചിന്റെ ഡാറ്റ കിട്ടി. ഓക്കെ, അപ്പോൾ ഫോൺ മീൻസ് ലെറ്റ്സ് സേ ഐഫോൺ, വൺ പ്ലസ്, നത്തിങ്, എവറിത്തിങ്. ഓക്കെ, അപ്പോൾ അതിൽ ചില ഫോണിൻ്റെ പൈസ ഐ മീൻ റേറ്റ് 20K, 21K, 22K. സോ സാംസങ്ങിൻ്റെ പ്രീമിയം സീരീസിൽ പോകുന്നതാണെങ്കിൽ 75, 76, 78 അങ്ങനെയൊക്കെ വരും. സോ നിങ്ങളത് ബേസിക്കായിട്ട് നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇത്രയേ ഡാറ്റ ഉള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിളിന് എടുത്തേ. ഓക്കെ, സോ ചില ഡാറ്റ നിങ്ങൾക്ക് അങ്ങനെ നോർമലായിട്ട് കിട്ടുമ്പോൾ ലേബലിംഗ് ഉണ്ടാവില്ല. ലേബലിംഗ് മീൻസ് അതിനൊരു പേരുണ്ടാവില്ല, ജസ്റ്റ് അതിൻ്റെ റേറ്റ് മാത്രം തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഐഫോൺ ഇത്ര, സാംസങ് ഇത്ര. ഓക്കെ, കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് പറയാം ഇത് ഇങ്ങനെയാണ്, ഇത്രയേ പൈസയുള്ളൂ എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോടി ഡാറ്റയൊക്കെ കിട്ടി, എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ ക്ലസ്റ്ററിങ് ടെക്നിക്കിൻ്റെ റോൾ. സോ ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കാണ്. അത് നമുക്ക് സിമിലാരിറ്റി ബേസ് ചെയ്തിട്ട് ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസിക് ഗോൾ. വെറുതെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് മാത്സ് അതെല്ലാം നമുക്ക് എന്തിനാ, നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ പോലെയല്ല. ഓക്കെ, സോ എങ്ങനെ പെന്നെടുക്കുക? ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റ. ഇതെല്ലാം ഫോണാണ്. ഇതിലേതാ ഫോണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. പൈസയൊക്കെ ഉണ്ട്, കുറച്ചിങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ്, എന്ത് രീതിയിലാണെന്ന് കാണാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, ചിലപ്പോൾ ഒരു ഫോണ് എന്താ പറയുക, ഒരു 38 റേഞ്ചിലും ചിലപ്പോൾ ഒരു ഫോണ് 50 റേഞ്ചിലൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ടോ? ഇത് കുറച്ച് അടുത്തല്ലേ. പക്ഷേ ഈ 38 എന്ന് പറയുന്നത് നമുക്ക് ഒരു മീഡിയം മിഡ് റേഞ്ച് ഫോൺ എന്നൊക്കെ പറയാം. പക്ഷേ ഈ 50ൻ്റെ മേലെ പോലെ കുറച്ച് റിച്ച് അല്ലേ, അത് വേണ്ട. അപ്പം നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ അവിടെയാണ് ഈ കെ മീൻസ് ക്ലസ്റ്ററിങ് ഒക്കെ വരുന്നത്. വേറെയും കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സേ യു ഗൈസ് ഹാവ് ഒരു 5 to 6 ഇങ്ങനെ കുറച്ച് ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഡാറ്റ പോയിന്റ് ആണെന്ന് കൂട്ടിക്കോ. സോ കെ മീൻസ് ക്ലസ്റ്ററിങ്, ഇതിൻ്റെ ഫസ്റ്റ് തിങ് എന്നായിരിക്കും വെച്ചാൽ ക്ലസ്റ്റർ. ഈ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റാൻഡം ആയിട്ട് നിങ്ങൾ ഈ ഡാറ്റ കൊടുക്കലോ, ഡാറ്റ കൊടുത്തതിന് ശേഷം ഇതൊരു അൽഗോറിതം ടെക്നിക്കാണ്. സോ ഫസ്റ്റ് ഇതൊരു മൂന്ന് റാൻഡം നമ്മൾ കൊടുക്കുന്ന ക്ലസ്റ്ററിനനുസരിച്ച് പിക്ക് ചെയ്യും. ഫസ്റ്റ് ഒരു ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ വിചാരിച്ചോ, ഒരു റാൻഡം. അപ്പോൾ ഇത് ഇവിടുന്ന് ഉള്ള എല്ലാ ലൈക്ക് ഫുൾ ഡാറ്റ അതിൻ്റെതാണെന്ന് പറയും. പക്ഷെ നമുക്കറിയാം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലസ്റ്ററിൻ്റെ കൗണ്ട് കൂട്ടും. അപ്പോൾ അടുത്തൊരു ക്ലസ്റ്ററിങ് കൊടുത്തു, ഇവിടെ കൊടുത്തു. ഐ മീൻ 1 to ഹിയർ ഒരു ക്ലസ്റ്റർ, 2 to ഹിയർ ഒരു ക്ലസ്റ്റർ. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കും സോറി, 1 to ഹിയർ ഒരു ക്ലസ്റ്റർ, ഇവിടുന്ന് ഇത്ര ഒരു ക്ലസ്റ്റർ. സോ നമ്മൾ വിചാരിക്കും ഓക്കെ, ഇപ്പോൾ എന്തോ ഒന്ന് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒരു റേഞ്ച്. ഓക്കെ, ഈ ക്ലസ്റ്റർ പോയിന്റിൽ നിന്ന് ഇത് അടുത്താണല്ലോ, ഇവിടുന്ന് ഇത് ദൂരെയാണല്ലോ, അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്. സോ അങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്ലസ്റ്റർ കൗണ്ട് കൂട്ടി. ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ
3 പോയിന്റ് കൂട്ടി. ഇത് ഞാൻ ഇവിടുന്നാണ് തുടങ്ങുന്ന ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പിംഗ് നടക്കും. ബട്ട് ഇത് വേഴ്സ്റ്റ് കേസാണ്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, ക്ലസ്റ്ററിങ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ അടുത്ത മെയിൻ സംഭവം, ഇതിന്റെ ഒറിജിനൽ തിങ് എങ്ങനെയാന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ക്ലസ്റ്റർ എടുക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ക്ലസ്റ്റർ എടുക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ക്ലസ്റ്റർ എടുക്കും. സോ ഇപ്പൊ എന്തായി, ഡിഫറെന്റ് ക്ലസ്റ്റർ ആയി. പക്ഷേ ഇതിന് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്താൽ നമുക്ക് ഡാറ്റ എത്രത്തോളം ട്രൂ ആണെന്നും പറയാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ ആയാലും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇതിന്റെ മെയിൻ വർക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാക്കിയിട്ട് 3 റാൻഡം ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യും, റാൻഡം പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ സ്റ്റെപ്പിന് ശേഷം അടുത്ത പോയിന്റ്സ് ഇവരാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്ത ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ആയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഈ സെക്കൻഡ് വൺ ഇത്. ഓക്കെ, ഇതിനെ നമ്മൾ ഈ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യും. സോ ക്ലോസ് ഏതാണ്, ബ്ലൂ ആണ്. സോ ഇതൊരു ഗ്രൂപ്പായി. ഇനി അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യും, ഇവൻ. സോ ഇവന്റെ ക്ലോസ് ആരാ, ഇവൻ തന്നെ, ബ്ലൂ തന്നെ. ഐ മീൻ ഈ റെഡ്, ഈ പോയിന്റ്. ഓക്കെ, സോ അടുത്ത ആളിലേക്ക് പോകും. സോ ഇവിടെ കുറച്ച് ഡിഫറൻസ് കൂടി. അപ്പൊ ഇവന്റെ പോയിന്റ്, ഇവന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു. സോ ഈ ഡിസ്റ്റൻസും ഇത് കുറച്ച് കൂടുതലല്ലേ. ലെറ്റ്സ് ചെയ്ത് 2, ഇത് 1. സോ ഇവന്റെ ക്ലസ്റ്ററിൽ ബിലോങ് ചെയ്യും. അങ്ങനെ ഓരോ ക്ലസ്റ്റർ അസൈൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ വരെ ബ്ലൂ ആയി. ഓക്കെ, ഇപ്പൊ ഇവരൊക്കെ ഒരു ടീമായി. ലെറ്റ്സ് സേ ബ്ലൂ മീൻസ് ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് ബ്ലൂ. ഓക്കെ, സോ ഇവരൊക്കെ ബ്ലൂ ആയി. ഇനി ഇവരൊക്കെ റെഡ് ടീം. ഓക്കെ, ആൻഡ് വൈറ്റ് വേണ്ട. സോ ഇവരൊക്കെ യെല്ലോ. സോ ഇങ്ങനെ ടീമായതിനു ശേഷം ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇനി ഇതിന്റെ മീൻ വാല്യൂ എടുക്കണം. ഇപ്പൊ ഈ 4 വാല്യൂസിന് ഓരോ നമ്പർ ഉണ്ടാവല്ലോ. ഇപ്പൊ ഈ 1 ഇവൻ 2 ആണ്, ഇവൻ 4 ആയിരിക്കും, ഇവൻ 5 ആണെങ്കിൽ റൈറ്റ്. ഓക്കെ, സോ ഇവരുടെ സം എടുത്ത് ടോട്ടൽ കൗണ്ട് 4. സോ അതിന്റെ മീൻ വാല്യൂ ഇവർക്കൊരു മീൻ വാല്യൂ, ഇവർക്കൊരു മീൻ വാല്യൂ, അങ്ങനെ ഡിഫറെന്റ് മീൻ വാല്യൂ കിട്ടും. സോ ഈ മീൻ വാല്യൂ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവർക്കൊരു വേരിയേഷൻ ഗ്രാഫ്സ് ഉണ്ടാവും. സോ ബ്ലൂവിന് ഇത്ര ശതമാനം, റെഡിന് ഇത്ര ശതമാനം, ഇവർക്ക് ഇത്ര ശതമാനം. സോ ഒരു വേരിയേഷൻ സ്കോർ, ലെറ്റ്സ് ആ വേരിയേഷൻ സ്കോർ 5 ആണ്. ഇവിടെ തീർന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത ക്ലസ്റ്ററിങ്ങിൽ ഈ റാൻഡം പോയിന്റ്സിനെ മാറ്റും. ഇവിടെ വെക്കും, ഒന്ന് ഇവിടെ വെക്കും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ 3 വേരിയേഷൻസാണ്. പക്ഷേ ഇതിലും കൂടുതൽ വേരിയേഷൻ ഉണ്ടാവാം. സോ നമുക്ക് വേണ്ടത് ഏറ്റവും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വേരിയേഷനാണ്. ഓക്കെ, സോ ഒരു ഡാറ്റ എന്ന് പറയുമ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഒരു സൈഡിൽ, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് വേറെ ഒരു സൈഡിലായും. സോ അങ്ങനെ ഒരു വേരിയേഷൻ അത് എപ്പം നമുക്ക് അച്ചീവ് ചെയ്യുന്നോ അവിടെ നമുക്ക് നമ്മളെ ക്ലസ്റ്ററിങ് നിർത്താം. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണ്, ഇവിടെ വേറൊരു ഗ്രൂപ്പാണ്, ഇവിടെ ഒരു വേറെ ഗ്രൂപ്പ്. അപ്പോൾ അടുത്ത ക്ലസ്റ്ററിങ്ങിൽ ചിലപ്പോൾ വേരിയേഷൻ വരുമ്പോൾ വേറെ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആകാം. പക്ഷെ നമുക്ക് അറിയാം ഇത്രയും ഗ്രൂപ്പേ ഉള്ളൂ, നമുക്ക് ഇത്രയും ഗ്രൂപ്പേ വേണ്ടു. അപ്പൊ അവിടെ നമ്മുടെ ക്ലസ്റ്ററിങ് നിർത്തണം. സോ ഇനി നമുക്ക് ഓക്കെ, സോ നമുക്കിനി കുറച്ച് കോഡ് ചെയ്യാം. ലൈക്ക് ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഡാറ്റാസിന് എടുത്തു. ഓക്കെ, 20K, 21K, 22K ആൻഡ് അതർ സീരീസ് ലൈക്ക് 75 ആ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നു.
ഓക്കെ. സോ ഇപ്പം ഞാനിവിടെ കെ മീൻസിനെ ഈ ഒബ്ജക്റ്റിനെ ഈ കെ മീൻസിലെ വേരിയബിൾസിലേക്ക് ഇട്ടു. ഓക്കെ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് സ്കാറ്റർ പ്ലോട്ട് വെച്ചിട്ട് നമുക്കിത് പ്ലോട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ഈ കോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കാറ്റർ പ്ലോട്ടിനെ നമ്മൾ പൈപ്പ്ലോട്ട് വെച്ച് കോൾ ചെയ്തു. സോ ഇവിടെ നമുക്ക് 1D ഡാറ്റയാണ് ഉള്ളത്. പക്ഷേ നമുക്ക് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വേണമല്ലോ. സോ അതുകൊണ്ട് ഇവിടെ 0 നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ആൻഡ് നൗ ഇപ്പോൾ ഞാൻ അവിടെ ലേബലിന് കെ മീൻസിൻ്റെ ബേസിക് 10 ലേബലിലേക്ക് കൊടുത്തിട്ടുണ്ട്. നൗ ജസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ഡോട്ട് എക്സ് ലേബൽ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ജസ്റ്റ് ഒരു വാല്യൂ ആണെങ്കിൽ വാല്യൂ, ഇനി ടൈറ്റിൽ, പിന്നെ നമുക്ക് അതിൻ്റെ വൈ ലേബൽ ജസ്റ്റ് അതിൻ്റെ ഇത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, വൈ ലേബൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ലെജൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ഡിക്ലെയർ ചെയ്യണം. ബിക്കോസ് പ്ലോട്ട് ചെയ്യുമ്പോൾ എത്ര ആ ഒരു വേരിയേഷൻസ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടണം. സോ അതിൻ്റെ ബേസിലാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബേസിക്കലി 20 to 30 ഈ സീരീസിൽ വരുമ്പോൾ ഒരു വേരിയേഷൻസ്. ഓക്കെ. 70 to 80 എന്ന് പറയുമ്പോൾ ഒരു വേരിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡാറ്റ ഇൻസ്പെക്ട് ചെയ്യാൻ മനസ്സിലാവും. 3 കാറ്റഗറീസ് ഉണ്ട് ഇവിടെ. ഈ സൈഡിൽ 3 കാറ്റഗറി. സോ ഇതാണ് ബേസിക്കലി കെ മീൻസ് ക്ലസ്റ്ററിങ്. ജസ്റ്റ് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2. സോ എനിക്കറിയാം ഇവിടെ 2 കാറ്റഗറിയേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം, എങ്ങനെ ഈ N കാറ്റഗറി ഡിസൈഡ് ചെയ്യാം, എത്ര ശതമാനം നിങ്ങൾക്ക് ഡാറ്റ വേരിയേഷൻ ഉണ്ട് എന്ന് ഒരു അപ്രോക്സ് റേഷ്യോ അറിയാൻ പറ്റും. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഓക്കെ. അതെന്ന് പറയുന്നത് ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഫോം ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ ഗ്രാഫ് ഒരു പേരുണ്ട്. അപ്പോൾ ആ ഗ്രാഫിന് ഉള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ആ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ വെച്ച് ഏത് റേഞ്ചിലാണ് ഒരു ബെൻഡ് നടക്കുന്നത്. ഓക്കെ. മേ ബി നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തത് ഒരു 2 സീരീസിൻ്റെ. ഓക്കെ. ജസ്റ്റ് ഒരു 4 to 5 ആണെങ്കിൽ നിങ്ങൾക്കൊരു 2-3 ബെൻഡൊക്കെ കാണാൻ പറ്റും. സോ ഏത് സമയത്താണ് ഒരു ഹെവി ബെൻഡ് ഫോം ചെയ്യുന്നത്, ആ ഫോം ചെയ്യുന്ന സ്ഥലത്തുള്ള വാല്യൂ ഇപ്പോൾ ഇവിടെ 3 ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങളെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഇവിടെ ഞാൻ എടുത്തത് എൻ്റെ ബെൻഡ് ഫോം ചെയ്യുന്നത് ബിക്കോസ് എൻ്റെ ടൈമിൽ 2 സീരീസേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ക്ലസ്റ്റേഴ്സ് 2 കൊടുത്തു. ഓക്കെ. സോ ബേസിക്കലി ഇതാണ് കെ മീൻസ് ക്ലസ്റ്ററിങ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഡിഫറെൻറ്റ് സീരീസിന് റാൻഡം പോയിന്റ് അസൈൻ ചെയ്യും, എന്നിട്ട് മീഡിയൻ കണ്ടുപിടിച്ചിട്ട് എത്ര ശതമാനം വേരിയൻസ് ഉണ്ടെന്ന് നോക്കും. അതിനുശേഷം ഡിസൈഡ് ചെയ്യണം നിങ്ങൾ ഏത് വേരിയേഷനാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ബേസിക് സംഭവമാണ്. നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യണം. ഇതിൻ്റെ ബിഹൈൻഡ് മാത്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് പിങ് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്സ്